ഈ തെലങ്കാന മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും തമ്മിൽ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമോ പ്രശ്നങ്ങളോ ഉണ്ടോ? സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും ഒരുപോലെ പിടിച്ചു കുലുക്കിയ ഒരു ചോദ്യമായിരുന്നു ഇത്. അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിൽ വന്നിറങ്ങിയ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വേദിയിൽ വെച്ച് വളരെ പരസ്യമായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു ഡയലോഗ് അടിച്ചു. "നീ പോ മോനെ വിജയ." തുടക്കത്തിൽ രാഷ്ട്രീയത്തിലെ ഒരു സ്വാഭാവിക പരിഹാസമെന്നോ സിനിമാ ഡയലോഗ് കടമെടുത്തതെന്നോ കരുതി എല്ലാവരും അത് വിട്ടുകളഞ്ഞു. എന്നാൽ കാര്യങ്ങൾ അവിടെ നിന്നില്ല. തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ തന്നെ ഇതേ വാചകം വീണ്ടും അച്ചടിച്ച് വന്നപ്പോൾ അത് കേരളത്തിന് നേർക്കുള്ള ഒരു കൊഞ്ഞനം കുത്തലായി മാറി. സ്വന്തം മണ്ണിൽ വന്ന് ഒരു അതിഥി ഇത്തരത്തിലൊരു അഹങ്കാരം കാണിക്കുമ്പോൾ അതിന് ചുട്ട മറുപടി കൊടുക്കാതിരുന്നാൽ അത് കേരളത്തിന് വലിയൊരു നാണക്കേടാകുമെന്ന് മലയാളികൾ ഒന്നടങ്കം ചിന്തിച്ചു. സ്വാഭാവികമായും കേരളം ആ മറുപടിക്കായി കാതോർത്തു. മലയാളികൾ ആഗ്രഹിച്ച ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ അവസരം കൃത്യമായി വിനിയോഗിച്ചു. അക്ഷരാർത്ഥത്തിൽ രേവന്ത് റെഡ്ഡിയെ മുൾമുനയിൽ നിർത്തുന്ന, അഹങ്കാരത്തിൻ്റെ മുനയൊടിക്കുന്ന കൃത്യമായ മറുപടി അദ്ദേഹം നൽകി. അത് കേവലം കേരളത്തിൽ ഒതുങ്ങിയില്ല, ദേശീയ തലത്തിൽ തന്നെ അതൊരു വലിയ വാർത്തയായി മാറി. കേരളത്തിൽ നിന്ന് വാങ്ങിച്ചു കെട്ടി ഹൈദരാബാദിലേക്ക് മടങ്ങിയ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇപ്പോൾ വലിയ ഡിപ്രഷനിലാണെന്നാണ് അടുപ്പക്കാർ പലരും പറയുന്നത്. എന്നാൽ ഇവിടെ നാം ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യാതൊരു പ്രകോപനവുമില്ലാതെ തെലങ്കാന മുഖ്യമന്ത്രി കേരളത്തിൽ വന്ന് കേരള മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാനും തിരിച്ച് കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തിന് എണ്ണി മറുപടി കൊടുക്കാനും തക്കവണ്ണം എന്തെങ്കിലും കാരണമുണ്ടോ? ഒറ്റ നോട്ടത്തിൽ രാഷ്ട്രീയപരമായ വിയോജിപ്പുകളെന്ന് തോന്നാമെങ്കിലും ചിന്തിക്കുന്നവർക്ക് ഉത്തരം ഉണ്ട് എന്ന് തന്നെയാണ്. മാധ്യമങ്ങൾ ആഘോഷിച്ചതും നമ്മളിതുവരെ കേട്ടതുമായ കാരണങ്ങൾക്കപ്പുറം ഈ പകയ്ക്ക് പിന്നിൽ എവിടെയോ ഒളിഞ്ഞുകിടക്കുന്ന മറ്റൊരു പ്രധാന കാരണമുണ്ട്. ആ കാരണം തേടിയുള്ള യാത്ര നമ്മെ എത്തിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് നടന്ന മറ്റൊരു സംഭവത്തിലേക്കാണ്. 2023 ഡിസംബർ മാസം തെലങ്കാന രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ കാറ്റ് വീശിയ സമയം. കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ BRS സർക്കാരിനെ താഴെയിറക്കി ജനങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ തെലങ്കാനയിൽ അധികാരത്തിലേറുന്നു. 6 ഗ്യാരണ്ടികളും മഹാലക്ഷ്മി പദ്ധതിയും സബ്സിഡികളും എല്ലാം നിരത്തി വലിയൊരു വികസന സ്വപ്നം തെലങ്കാന ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചാണ് അവർ ഭരണത്തിലേറിയത്. താനാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് സ്വയം വിശ്വസിക്കാനും അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനും രേവന്ത് റെഡ്ഡി ശ്രമിച്ചുകൊണ്ടിരുന്ന കാലം. എന്നാൽ അധികാരത്തിലേറി കൃത്യം 7 മാസങ്ങൾക്ക് ശേഷം, അതായത് 2024 ജൂലൈ മാസത്തിൽ തെലങ്കാനയിലെ പ്രമുഖ മാധ്യമമായ രാജ് ന്യൂസിൽ ഒരു വീഡിയോ പുറത്തു വരുന്നു. രാജ് ന്യൂസിലെ വളരെ ജനപ്രീതിയുള്ള മിസ്റ്ററീസ് ഹിസ്റ്ററീസ് എന്ന പരിപാടിയായിരുന്നു അത്. അവതാരികയായ റോജ വളരെ ഗൗരവകരമായ ഒരു വിഷയം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ചരിത്രത്തിലെ ഏതോ അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു സാധാരണ എപ്പിസോഡ് എന്ന് തോന്നാമെങ്കിലും അതൊരു ബോംബായിരുന്നു. ഒരർത്ഥത്തിൽ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിനെ സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും രേവന്ത് റെഡ്ഡിയുടെയും കോൺഗ്രസിൻ്റെയും ഉറക്കം കെടുത്തി എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. എന്തായിരുന്നു ആ വീഡിയോയുടെ ഉള്ളടക്കമെന്നല്ലേ? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് നേരത്തെ പറഞ്ഞ സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ തെലങ്കാനയെക്കുറിച്ചായിരുന്നില്ല, മറിച്ച് തെലങ്കാനയിൽ നിന്നും 2000-ലധികം കിലോമീറ്ററുകൾക്കപ്പുറം കിടക്കുന്ന കൊച്ചു കേരളത്തെക്കുറിച്ചായിരുന്നു. അതെ, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം ദാരിദ്ര്യത്തിലും തൊഴിലില്ലായ്മയിലും നട്ടം തിരിയുമ്പോൾ എന്തുകൊണ്ട് രാജ്യത്ത് കേരളം മാത്രം തല ഉയർത്തി നിൽക്കുന്നു എന്ന് തെളിവുകൾ സഹിതം വിവരിക്കുന്ന ഒരു വീഡിയോ. അവതാരകയായ റോജ അതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ മുഖത്തേറ്റ പ്രഹരങ്ങളായിരുന്നു. ആ വീഡിയോയിൽ എടുത്തു കാണിച്ച പ്രധാന കാര്യങ്ങൾ താഴെ പറയുന്നവയായിരുന്നു. ഒന്നാമതായി അവർ സംസാരിച്ചത് കേരള മോഡൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചായിരുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കോടിക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിൽ പട്ടിണി കിടക്കുമ്പോൾ കേരളമെന്ന ഒറ്റ സംസ്ഥാനം മാത്രം ദാരിദ്ര്യത്തെ വേരോടെ പിഴുതെറിഞ്ഞതിനെക്കുറിച്ച് അവർ വാചാലയായി. 2021 നീതി ആയോഗ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ ദാരിദ്ര്യ നിരക്ക് കേവലം 0.71% മാത്രമാണെന്നും ഇന്ത്യയിൽ അതിദാരിദ്ര്യമില്ലാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്നും അവർ തെലുങ്ക് ജനതയോട് വിളിച്ചു പറഞ്ഞു. രണ്ടാമതായി അവർ പ്രശംസിച്ചത് സാക്ഷാൽ പിണറായി വിജയനെയായിരുന്നു. ഒരു വശത്ത് പുതിയതായി അധികാരത്തിൽ വന്ന രേവന്ത് റെഡ്ഡി സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ പെടാപ്പാട് പെടുമ്പോൾ, മറുവശത്ത് രാജ് ന്യൂസ് പിണറായി വിജയൻ്റെ ഭരണ മികവിനെ വാനോളം പുകഴ്ത്തി.
കേരളത്തിൽ തുടർഭരണമെന്ന ചരിത്രം തിരുത്തിക്കുറിച്ചത് പിണറായി വിജയൻ്റെ ദീർഘവീക്ഷണമുള്ള ഭരണമാണെന്ന് അവർ പറഞ്ഞു. 2018 മഹാപ്രളയവും കോവിഡും വന്നപ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിച്ച ഭരണാധികാരിയാണ് അദ്ദേഹമെന്നും വികസനം എന്നാൽ വെറും കെട്ടിടങ്ങൾ മാത്രമല്ല, മനുഷ്യരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തലാണെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ അവർ എടുത്തു കാണിച്ചു. മൂന്നാമതായി, വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിൽ കേരളമുണ്ടാക്കിയ വിപ്ലവങ്ങളെക്കുറിച്ചായിരുന്നു പ്രതിപാദിച്ചത്. കേരളത്തിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിരക്ക് 98% മുകളിലാണെന്നും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 58% പെൺകുട്ടികളാണെന്നും അവർ കണക്കുകൾ സഹിതം വ്യക്തമാക്കി. ഇതിനെല്ലാം പുറമെ 1998 ആരംഭിച്ച കുടുംബശ്രീ മിഷൻ വഴി 45 ലക്ഷത്തിലധികം സ്ത്രീകളെ സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച കേരള മോഡലിനെ അവർ വാനോളം പ്രശംസിച്ചു. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടാൽ അത് കോൺഗ്രസ് സർക്കാരിനെതിരെയുള്ള വിമർശനമാകുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അവിടെയാണ് ആ വീഡിയോയുടെ യഥാർത്ഥ രാഷ്ട്രീയ അജണ്ട പുറത്തു വന്നത്. കേരളത്തെ പ്രശംസിക്കുന്നതിനൊപ്പം തന്നെ മുൻകാല കോൺഗ്രസ് സർക്കാരുകളെയും കേന്ദ്ര സർക്കാരിനെയും അവർ നിശിതമായി വിമർശിച്ചു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം വെറും പാഴ്വാക്കായി മാറിയെന്നും അത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് പകരം ഒരു വോട്ട് ബാങ്ക് തന്ത്രം മാത്രമായി ഒതുങ്ങിയെന്നും വീഡിയോയിൽ തുറന്നടിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇന്നത്തെ ശോചനീയാവസ്ഥയെക്കുറിച്ചും കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നുവെന്നും അവർ വിമർശിച്ചു. ഹൈവേകളും എയർപോർട്ടുകളും ബുള്ളറ്റ് ട്രെയിനുകളും നിർമ്മിക്കുന്നതല്ല വികസനമെന്നും മറിച്ച് അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് അന്തസ്സോടെ ജീവിക്കാൻ സാഹചര്യം ഒരുക്കുന്നതാണ് യഥാർത്ഥ വികസനമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ അവസാനിച്ചത്. തെലങ്കാനയിലെ സാധാരണക്കാരായ ജനങ്ങളോട് കേരള മോഡൽ കണ്ടു പഠിക്കാൻ സ്വന്തം ഭാഷയിലുള്ള ഒരു ചാനൽ ആഹ്വാനം ചെയ്യുന്നത് രേവന്ത് റെഡ്ഡിക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും? സ്വാഭാവികമായും ഇത്രയും കാര്യങ്ങൾ സ്വന്തം നാട്ടിലെ ഒരു പ്രമുഖ ചാനലിൽ വന്നാൽ ഏത് ഭരണാധികാരിയുടെയും കുരുപൊട്ടും. പ്രത്യേകിച്ച് താനാണ് ഏറ്റവും വലിയ വികസന നായകനെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന രേവന്ത് റെഡ്ഡിക്ക് ഇതൊരു വലിയ തിരിച്ചടിയായിരുന്നു. തൻ്റെ മൂക്കിന് താഴെ താൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു പ്രാദേശിക ചാനൽ മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ, അതും കോൺഗ്രസിൻ്റെ ബദ്ധശത്രുവായ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയെ സൂപ്പർ ഹീറോ ആയി ചിത്രീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈഗോയെ വല്ലാതെ വ്രണപ്പെടുത്തി. അന്നേ മനസ്സിൽ കുറിച്ചിട്ട കാത്തുവച്ച ഒരു പ്രതികാര നടപടിയായിരുന്നു ഈ കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണത്തിന് രേവന്ത് റെഡ്ഡി കേരളത്തിൽ വന്ന് പിണറായി വിജയനെതിരെ പ്രയോഗിച്ചത്. സ്വന്തം സംസ്ഥാനത്തെ മാധ്യമങ്ങൾ തന്നെ തന്നേക്കാൾ മികച്ചവനായി പിണറായി വിജയനെ വാഴ്ത്തുമ്പോൾ അതിന് ദേഷ്യം മുഴുവൻ അദ്ദേഹം കേരളത്തിൽ വന്ന് തീർക്കാൻ ശ്രമിച്ചു. ആ ദേഷ്യം ഉള്ളിലിട്ടാണ് രേവന്ത് റെഡ്ഡി പിണറായി വിജയനെ ചൊറിഞ്ഞതും നീ പോ മോനെ വിജയ എന്ന് പരിഹസിച്ചതും. പക്ഷേ അദ്ദേഹം ഒരു കാര്യം മറന്നുപോയി. ഇത് കേരളമാണ്. ഇവിടെ ചൊറിയാൻ വന്നാൽ തിരിച്ചു മാന്താൻ ആളുകളുണ്ട്. രേവന്ത് റെഡ്ഡിയുടെ പരിഹാസത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്ത മറുപടി കേരളം മുഴുവൻ ഏറ്റെടുത്തു. ഇവിടെ വന്ന് ദേഷ്യം തീർക്കാൻ ശ്രമിച്ച റെഡ്ഡി ഒടുവിൽ കേരള മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും കേൾക്കാത്തത് കേട്ട് എയറിലായി നാണം കെട്ടാണ് ഹൈദരാബാദിലേക്ക് വണ്ടി കയറിയത്. അന്നു മുതൽ ഡിപ്രഷൻ അടിച്ചു നടക്കുന്ന രേവന്ത് റെഡ്ഡിക്ക് ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും. കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരുടെ വാക്കും കേട്ട് അവരുടെ കയ്യടിയും പ്രതീക്ഷിച്ച് കേരളത്തിലെ ഇടതു നേതാക്കളെ ചൊറിയാൻ ചെല്ലരുത്. കാരണം തിരിച്ചു കിട്ടുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ താൻ മാത്രമേ കാണൂ. ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും അപ്പോൾ കൂട്ടിനുണ്ടാകില്ല എന്ന്. ഒപ്പം രാജ് ന്യൂസിലെ ആ വീഡിയോ വെറുമൊരു പ്രശംസയായിരുന്നില്ല, മറിച്ച് തനിക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു എന്നും അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകും.